തൃശൂർ അകമലയിൽ ഭീതി പടർത്തി ഒറ്റയാൻ വാഴക്കൊമ്പൻ ഇന്നലെ രാത്രി വാഴക്കോടിറങ്ങിയ ആന കൃഷി നശിപ്പിച്ചു. നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനയെ പടക്കം പൊട്ടിച്ച് കാടുകയറ്റി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശൂർ അകമലയിൽ വന്യജീവികളുടെ ആക്രമണം കൂടുതലായി ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. ഈ രണ്ടാഴ്ചയായി ഒറ്റയാൻ വാഴക്കൊമ്പനാണ് പ്രദേശത്ത് വലിയ രീതിയിൽ ഒരു ഭീതി പടർത്തുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ബൃന്ദ, നമുക്കറിയാം തൃശൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ വിവിധ പേരുകളിൽ കൊമ്പന്മാർ, ഇത്തരത്തിലുള്ള കൊമ്പന്മാരുണ്ട്. കബാലിയുണ്ട്, ഏഴാറ്റുമുഖം ഗണപതിയുണ്ട്, മഞ്ഞക്കൊമ്പനുണ്ട്. ഈ മൂന്നാനകളും വരുന്നത് അതിരപ്പള്ളി മേഖലയാണ്. എന്നാൽ ഈ വടക്കാഞ്ചേരിക്കകത്ത് അകമല മേഖലയാണ് പുതിയൊരു ഒറ്റയാൻ ആയി ഇറങ്ങിയിരിക്കുന്നത്, നിരന്തരം ശല്യമുണ്ടാക്കുന്നത്. വാഴക്കൊമ്പൻ എന്നാണ് നാട്ടുകാർ ഈ ആനയെ പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ മേഖലയിൽ ഈ ആന നാശം വിതയ്ക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് വാഴക്കോട് എന്ന് പറയുന്ന അകമലയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ കാട്ടാന ഇറങ്ങിയത്. ആ ആളുകൾ വനംവകുപ്പും ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ അവിടെ നിന്ന് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. എന്തായാലും നാളുകളായി ഈ അകമല മേഖലയിൽ മറ്റു ആനകളും ഉണ്ട്. കൂട്ടത്തിൽ ഒറ്റയാൻ ഈ വാഴക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണ് കൂടുതൽ കൃഷിനാശം വിതച്ചിട്ടുള്ളത്. വാഴക്കൂട്ടം തട്ടി മറച്ചിട്ട് അതിൽ നിന്നും വാഴപ്പിണ്ടി എടുത്ത് ഭക്ഷിക്കുന്നതാണ് ഈ ആനയുടെ പ്രധാന ഹോബി. അതുകൊണ്ടാണ് ഈ ആനയെ വാഴക്കൊമ്പൻ എന്നുള്ള പേരിൽ നാട്ടുകാർ വിളിക്കുന്നത്. ഇതിൽ അപകടകരമായ ഒരു കാര്യം, ഈ അകമല മേഖലയിലൂടെയാണ് തൃശൂർ ഷൊർണൂരിലുള്ള റെയിൽവേ പാത പോകുന്നത്. ഈ ആന റെയിൽവേ ട്രാക്കിലേക്ക് വരെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഇതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായത്. റെയിൽവേ വനം വകുപ്പിന് അന്ത്യശാസനം നൽകി റെയിൽവേ ട്രാക്കിൽ നിന്നും ഈ ആനയെ ഒഴിവാക്കണം, ഈ ഭാഗത്തു നിന്നും ആനയെ മാറ്റണം എന്നൊരു ശാസനം നൽകി. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തി ഈ ആനയെ കണ്ടുകിട്ടാനും ആനയെ ഓടിക്കാനുമുള്ള തുരത്താനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനായി ഹെലികാം വരെ ഉപയോഗിച്ച് പരിശോധന നടത്തി. പക്ഷേ ഈ ആനയെ കണ്ടെത്താനായില്ല, ആനയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഈ അകമല മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ കണ്ടെത്താനുള്ള പരിശോധന നടത്തിയെങ്കിലും ഹെലികാം ഉപയോഗിച്ച് നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് കൂടി ഈ വനംവകുപ്പിന്റെ പരിശോധന, ഈ ആനയെ കണ്ടെത്താനുള്ള പരിശോധന തുടരും എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ആന ഈ അകമല മേഖലയുടെ മറുവശമായ വാഴക്കോട് ഇന്നലെ രാത്രി ഇറങ്ങിയത്. അപ്പോൾ ഈ വാഴക്കോട് ഇറങ്ങിയതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ ഓടിച്ചത്. പക്ഷെ ആന ഓടിയാലും കാട് കയറാനല്ല, തിരികെ ഈ അകമല മേഖലയിലേക്കാണ് വരിക. ഈ മലയുടെ 2 വശങ്ങളാണ് ഈ വാഴക്കോടും അകമലയും. ഇപ്പുറത്തു നിന്നും ആനയെ ഓടിച്ചു വിട്ടാൽ തിരികെ അകമലയിലേക്ക് എത്തും, അകമലയിൽ നിന്ന് ഓടിച്ചു വിട്ടാൽ തിരികെ വാഴക്കോട് മേഖലയിലേക്ക് എത്തും എന്നല്ലാതെ തിരികെ കാട് കയറി പോകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ ആനകൾ ഈ ഭാഗത്തേക്ക്, ഈ വാഴാനി വനമേഖല, അകമല ഉൾപ്പെടെപ്പെടുന്ന വാഴാനി വനമേഖലയിലേക്ക് എത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത് കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ്. പഴയ കുതിരാൻ പാതയിൽ വാഹന ഗതാഗതം നിലച്ചതോടെ പീച്ചി വനമേഖലയിൽ നിന്നും നിരവധി ആനകളാണ് ഈ വാഴാനി വനമേഖലയിലേക്ക് എത്തിയതെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും വനവകുപ്പിന്റെ ഒരു കണക്ക് പ്രകാരം 17 ആനകളാണ് ഈ മേഖലയിൽ ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നത് 30-ലധികം ആനകൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. പീച്ചി വനമേഖലയിൽ നിന്ന് ഇവയൊന്നും തിരിച്ചു പോയിട്ടുമില്ല. ഇതിൽപ്പെടുന്ന ഒരു ആനയാണ് ഇപ്പോൾ കൂടുതൽ 2 ആഴ്ചയായി മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ വാഴക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ഒറ്റയാൻ. എന്തായാലും ആളുകളുടെ പ്രധാന ആവശ്യം ഈ ആനയെ മയക്കൂടി വെച്ചോ പിടികൂടി മറ്റ് വന്യജീവി സങ്കേതങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് കാടുകളിൽ എവിടെയെങ്കിലും കൊണ്ടുവിടണം എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. നിരവധി പേരുടെ കൃഷിയാണ് ഈ ആന കഴിഞ്ഞ 2 ആഴ്ചയായി നശിപ്പിച്ചിട്ടുള്ള ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഈ ആന ഉൾപ്പെടെയുള്ള ആനകളുണ്ട്. ഈ ആനയാണ് പ്രധാനമായും ഈ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും വാഴകൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്നതും എല്ലാം. എന്തായാലും പൊതുജനങ്ങളും അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പൊറുതി മുട്ടിരിക്കുകയാണ് ഈ വാഴക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ഒറ്റയാനെ കൊണ്ട്. വൃന്ദ. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.